Xiaomi പുതിയ ഫോൺ അയച്ചു തന്നിട്ടുണ്ട്. Xiaomi A1 Plus. Xiaomi A1 Plus. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ കുറച്ച് നാൾ മുന്നേ ഞാൻ ഒരു ഫോൺ പരിചയപ്പെടുത്തിയിരുന്നു, Redmi A1 എന്ന് പറഞ്ഞിട്ട്. ആ Redmi A1-ന് ഒരു പൊട്ട് തൊട്ടതാണ് Redmi A1 Plus. അതായത് ഒരു ഫിംഗർ പ്രിന്റ് റീഡർ വന്നിട്ടുണ്ട്. ഒരു 500 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 6999 രൂപയാണ് Redmi A1 Plus-ന്റെ പ്രൈസ്. അപ്പോൾ Redmi A1 Plus-ന്റെ ഒരു ചെറിയൊരു എന്തോ ആണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ലാഭിക്കാൻ ഒരു പരിപാടി പറഞ്ഞുതരാം. Redmi A1-ന്റെ റിവ്യൂ പാതി വരെ കാണാം, എന്നിട്ട് നിങ്ങൾ ഇതിലോട്ട് വന്നാൽ മതി, ബാക്കി ഞാൻ പറഞ്ഞുതരാം. അതായത് Redmi A1 Plus-ന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 GB റാം, 32 GB ഇന്റർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. MediaTek Helio A22 ആണ് ഇതിനകത്ത് വരുന്ന പ്രോസസ്സർ. 8 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ, 5 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ, അതുപോലെ തന്നെ 6.52 ഇഞ്ചിന്റെ ഒരു HD+ ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി. എനിക്ക് ഷാമിയോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ബാക്കി എല്ലാ യൂട്യൂബേഴ്സിനും നല്ല നല്ല ഫോണുകൾ അയച്ചു കൊടുത്തിട്ട് എനിക്ക് ദാരിദ്ര്യം പിടിച്ച ഫോണുകളൊക്കെ എന്തിനാണ് തരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ പോയാലും ഇനി വരും വർഷങ്ങളിൽ അവർ നല്ല ഫോണ് തരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സത്യം പറഞ്ഞാൽ Redmi A1 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണിൻ്റെ അതേ ഫിസിക്കൽ ടെക്സ്ചേഴ്സും കാര്യങ്ങളും തന്നെയാണ് Redmi A1 Plus-ൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അതായത് എനിക്ക് ഉപയോഗിച്ച സമയത്ത് ആകെ തോന്നിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ കുറച്ചുകൂടി അവർ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന സമയത്തും അത്യാവശ്യം ബെറ്റർ ആയിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് എടുത്ത് നിൽക്കുന്നുണ്ട്, കുറച്ച് നല്ല രീതിക്ക് തന്നെ എടുക്കുന്നുണ്ട്. പിന്നീടുള്ള കാര്യം കുറച്ചുകൂടി ഫാസ്റ്റായി. ഒരു ചെറിയൊരു ലാഗ് നമ്മുടെ Redmi A1-ൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ A1 Plus-ൻ്റെ അകത്ത് വന്നപ്പോൾ ആ ഒരു ഇനിഷ്യൽ ലാഗ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. ഇതിനപ്പുറം എനിക്ക് ഈ ഫോണിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അതാ ബാക്കിൽ ഒരു ഫിംഗർ പ്രിന്റ് റീഡർ വന്നു എന്നുള്ളതാണ് ഏക വ്യത്യാസം. എന്താണ് Redmi A1 Plus അതിനകത്ത് ആകെയുള്ള ഡിഫറൻസ് കുറച്ച് ഫ്രണ്ട് ക്യാമറ കൂട്ടി ഒരു ഫിംഗർ പ്രിന്റ് വെച്ചു. ഇതെങ്ങനെ റിവ്യൂ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചെയ്തിരിക്കാം. ഡ്രൈവിൻ്റെ അകത്ത് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് ജഡ്ജ് ചെയ്യാം. സീരിയസ്ലി പറയുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ഒരു ടെക് റിവ്യൂവർ എന്ന നിലയ്ക്ക് നമുക്ക് ഓരോ പ്രോഡക്റ്റുകൾ കിട്ടുന്നു. ആ പ്രോഡക്റ്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തും അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ടെക്സ്ചറെങ്കിലും മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. അല്ലെങ്കിൽ കുറ്റമായിട്ട് പറയുന്നതല്ല, സിംപ്ലി എങ്ങനെ നോക്കിയാലും കംപ്ലീറ്റ് ആയിട്ട് സെയിമാണ്. കംപ്ലീറ്റ് ഇത് തന്നെയാണ് സാധനം. അതായത് ഒരു 500 രൂപ മുടക്കി അവരൊരു ഫിംഗർ പ്രിൻറ്റ് റീഡർ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സെറ്റപ്പ്. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ നിങ്ങളിൽ പ്രസൻറ്റ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ കളിയാക്കുന്നതല്ല. ഫോൺ കൊള്ളാം. 6999 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഫിംഗർ പ്രിൻറ്റ് റീഡർ, അതുപോലെ തന്നെ ഒരു 5 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ റിയർ ക്യാമറ, MediaTek Helio A22 ഇത്രയും കിട്ടുന്നുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിംഗർ പ്രിൻറ്റ് റീഡറായിട്ട് കുറയ്ക്കുന്നതിനാ Redmi A1 Plus തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. നിങ്ങളിപ്പോൾ വളരെ ബഡ്ജറ്റിലുണ്ടെങ്കിൽ ഒരു 7000 രൂപ മാത്രമേ നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വാങ്ങാം. മുന്നത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് നല്ല സുഖമാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ Redmi A1 Plus എന്ന് പറയുന്നത്. യെസ്, ആൻഡ് ഫൈനലി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരുന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒരുമാതിരി നമ്മൾ അപമാനിക്കുന്നത് പോലെയുണ്ട്. ഓക്കെ, കഴിഞ്ഞ മാസം നമ്മൾ A1 ഇട്ടു, അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാത്തൊരു ഫോൺ കൊണ്ടുവന്ന് ഇപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സാമ്പിൾസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് സെയിം ആയിട്ട് തന്നെ പറയുള്ളൂ, A1-ൻ്റെ റിവ്യൂ കണ്ടാൽ മതി, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ബൈ, ടേക്ക് കെയർ, താങ്ക് യു.